മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗുണ്ടയെ വിവരങ്ങൾ അറിയാനായിട്ട് കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. തിരിച്ചു വരുന്ന വഴിക്കാണ് മാർക്കോയെ കാണുന്നത്. മാർക്കോയിൽ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട് മേഘനാഥൻ അവിടെ നിന്നും സ്ഥലം കാലിയാക്കുന്നു. മാർക്കോയാണെങ്കിൽ ഈ വിവരം കണ്ണനെ വിളിച്ച് പറയുന്നുണ്ട്. കണ്ണനും മഹിക്കും ഒത്തിരി ടെൻഷൻ ആവുകയാണ്. എന്തായാലും എല്ലാവരും നടന്നു തുടങ്ങിയ വിവരം അറിയട്ടെ എന്ന് ലേഖ പറയുമ്പോൾ അത് വേണ്ട, ഇത്ര പെട്ടെന്ന് എല്ലാവരും അറിയുന്നത് അത് കണ്ണേട്ടന് ആപത്താണെന്നൊക്കെ മഹിയും പറയുന്നു. അങ്ങനെ മാർക്കോയാണെങ്കിൽ ആ ഗുണ്ടയെ കാണാൻ ചെല്ലുന്നുണ്ടെങ്കിലും അയാൾക്കാണെങ്കിൽ സംസാരിക്കാനായിട്ട് കഴിയില്ല. സംസാരശേഷി ആ ആക്സിഡൻറ്റിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ വിവരം കണ്ണനെയും മഹാലക്ഷ്മിയെയും വിളിച്ച് പറയുകയും അവർക്കത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. സന്തോഷത്തോടെ എല്ലാവരും യാത്ര തിരിക്കുന്നു. എന്തായാലും കരുണയാവട്ടെ ഇനി തനിക്കൊരു കുഞ്ഞുണ്ടായാൽ മാത്രമേ അവൾക്ക് മുന്നിൽ ജയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണമെന്നും വീണ്ടും ഗർഭം ധരിക്കണമെന്നും തീരുമാനിക്കുന്നു. എന്നിട്ട് ഉണ്ണിയുമായിട്ട് ചെക്കപ്പിന് പോവുകയാണ്. ഈ സമയം മേഘനാഥനാണെങ്കിൽ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് പ്രതാപൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഉണ്ണിക്കും എനിക്കും ലാവിഷായിട്ട് ജീവിക്കണമെങ്കിൽ ആ കണ്ണൻ്റെ സ്വത്തുക്കൾ വീണ്ടെടുത്തേ മതിയാകൂ. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കണം. എനിക്കിപ്പോൾ സമാധാനമായിട്ടൊന്നും കിടക്കാൻ പോലും പറ്റുന്നില്ല. ആ മാർക്കോ എൻ്റെ വീടിടിച്ച് വന്ന് കയറി എന്നെ ആക്രമിക്കുമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവരുടെ രോമത്ത് പോലും തൊടാൻ കഴിയില്ല. ഈ മാർക്കോ അടക്കമുള്ളവരൊക്കെ തന്നെ ദൈവത്തിൻ്റെ അവതാരങ്ങളാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടെന്നിങ്ങനെ പ്രതാപം പറയുന്നു. എന്തായാലും മേഘനാഥൻ പറയുന്നുണ്ട്, ഉറങ്ങിയിട്ട് കുറേ ദിവസമായെന്നും മാർക്കോയെ പേടിച്ച് എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് താൻ കുറച്ച് ദിവസം മാറി നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായി, അതായത് കടനെയും മഹാലക്ഷ്മിയെയും ഇനി ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. മാർക്കോയും അനന്തവും സാഗറൊക്കെ ഉള്ളിടത്തോളം കാലം. അങ്ങനെ ഉണ്ണിയും കരുണയും ആവട്ടെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ചെക്കപ്പിനായിട്ട് പോകുന്നത്. കരുണയെ ഗർഭം അലസിപ്പോയപ്പോൾ ചികിത്സിച്ച ആ ഡോക്ടറുടെ ആശുപത്രിയിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്കിനി വീണ്ടും അമ്മയാകണം. ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷേ തടസ്സങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അമ്മയാവാൻ കഴിയാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചെക്കപ്പ് വേണ്ടിവരുമെന്നിങ്ങനെ ആ ഡോക്ടർ പറയുന്നു. അങ്ങനെ ചെക്കപ്പിനൊക്കെ ശേഷം ഡോക്ടറാണെങ്കിൽ കരുണയോട് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, വിഷമിക്കുവരുത്. എന്താ ഡോക്ടർ, എന്താ കാര്യം? തനിക്ക് അമ്മയാവണമെന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ടെന്നറിയാം. പക്ഷേ അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിനോട് കൂടിയിട്ട് തൻ്റെ ആ ഒരു ആഗ്രഹം കെട്ടടങ്ങിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും തൻ്റെ ശരീരത്തിന് ഒരമ്മയാവാനായിട്ട് കഴിയില്ല എന്നുള്ള സത്യം കരുണയുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിക്കുന്നു. എന്തായാലും അവൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കരുണയാണെങ്കിൽ ഉണ്ണിയെ നോക്കുമ്പോൾ ഉണ്ണിയും അതേ അവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയിട്ട് കരുണ നേരെ ചെല്ലുന്നത് ഈ വാർത്ത പറയാനായിട്ട് പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും അരയിലേക്ക് തന്നെയാണ്. ഭ്രാന്തിയെ പോലെയാണ് കരുണ ആദ്യം പെരുമാറുന്നത്. മൂളത്തിരി കൂളാവ്, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിനി അവൾക്ക് മുന്നിൽ ജയിക്കാനായിട്ട് കഴിയില്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ണി പറയുന്നു. എല്ലാം കൊണ്ടും ഉണ്ണിയും തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവോ എന്ന് ചോദിച്ചു. ഒരു അടിമയെ പോലെയാണ് അവിടെ. ഈ കാര്യത്തിലെങ്കിലും ജയിക്കാമെന്ന് കരുതിയപ്പോൾ അതും സാധിക്കുന്നില്ല. എനിക്കിനി അമ്മയാവാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. എന്തായാലും ഉണ്ണി പറയുന്നുണ്ട്, എല്ലാവരും ചേർന്ന് എൻ്റെ ജീവിതം കൂടിയാണ് നശിപ്പിച്ചത്. അതുകൊണ്ട് ആരും അധികം ഡയലോഗ് അടിക്കേണ്ട. എല്ലാം കൊണ്ടും നിങ്ങളൊക്കെ തകർത്തെറിഞ്ഞത് എൻ്റെ കൂടി ഭാവിയാണ്. എനിക്കൊരു കുഞ്ഞിനെ ഇനി ഇവൾക്ക് തരാനായിട്ട് കഴിയുമോ? ഉണ്ടായിരുന്നതിനെ എല്ലാം കൂടി കൊന്നില്ലേ? ഉണ്ണിക്കുട്ട, നീ ഓരോന്ന് വിളിച്ച് പറയരുതെന്ന് പറയുമ്പോൾ മിണ്ടിപ്പോവരുത്. ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെ ഒരച്ഛനും അമ്മയും ആകും? അവരെ ജയിക്കുന്നതിരിക്കട്ടെ, എനിക്കൊരു കുഞ്ഞിനെ വേണ്ടേ എന്നൊക്കെ ഉണ്ണി ചോദിക്കുകയും പുറത്തേക്ക് ദേഷ്യത്തോടെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം കരുണയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. കാരണം അമ്മയാവാൻ കഴിയാതെ തന്നെ ഉണ്ണി ഉപേക്ഷിക്കുമോ എന്ന്. കരുണയുടെ അഹങ്കാരം ചെറുതായിട്ട് കെട്ടടങ്ങാനായിട്ട് പോവുകയാണ്. എന്തായാലും പ്രതാപം പറയുന്നുണ്ട്, ഇനി അവനെ ചൊടിപ്പിക്കാനും നിൽക്കല്ലേ മോളെ, വെറുതെ ഇനി പണി വാങ്ങി കൂട്ടല്ലേ, നമുക്ക് നോക്കാം എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയെ സമാധാനിപ്പിക്കുകയാണ്. മുത്തശ്ശിക്കും പ്രതാപനും ഒക്കെ തന്നെ അത് താക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. കാരണം കരുണയ്ക്ക് ഇനി അമ്മയാവാൻ കഴിയില്ല എന്നുള്ള ആ ഒരു വാർത്ത. കരുണയാണെങ്കിൽ ആകെ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു അമ്മയായിട്ട് മഹാലക്ഷ്മിയെ ജയിക്കാമെന്നായിരുന്നു. പക്ഷെ അതിനുള്ള കഴിവ് കരുണയ്ക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല അവളിൽ ഒരു പേടി കൂടിയും ഉണ്ണിയെ നഷ്ടപ്പെടുമോ എന്ന്. അങ്ങനെ മാർക്കോയാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോട് പറയുകയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ മേഘനാഥൻ അവൻ എൻ്റെ കയ്യിൽ നിന്നും 2 തവണ മിസ്സായിപ്പോയി. നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത്, നിങ്ങളെയും അവനെയൊക്കെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. പിന്നെ
ഇനി കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മി മാഡത്തിൻ്റെയും പുറകെ നടന്നെന്ന് ഞാൻ മറ്റേ അറിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വെച്ചേക്കത്തില്ല. അറിയാമല്ലോ എൻ്റെ സ്വഭാവം. ഒറ്റയടിക്ക് അങ്ങ് തീർത്ത് കളഞ്ഞേക്കും. വീട്ടിൽ കയറിയിട്ടും കൊല്ലാൻ എനിക്ക് മടിയില്ല. എൻ്റെ പേരിൽ കേസും കാര്യങ്ങളും വന്നാൽ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടേ സൂക്ഷിച്ചും കണ്ണും വേണം ഇനി കളിക്കാനായിട്ട്. അവരിപ്പോൾ ടൂറ് പോയിട്ടുണ്ട്. അവിടേക്ക് ആരെയെങ്കിലും വിട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതകമായിരിക്കും പിന്നെ നടക്കുന്നത് എന്നൊക്കെ പ്രതാപനെ ഭീഷണിപ്പെടുത്തി വെക്കുകയാണ് മാർക്കോ. അയ്യോ, ഞങ്ങളാരും ആരെയും കൊല്ലാനായിട്ട് വിട്ടിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ അഭിനയമൊന്നും വേണ്ടെന്നിങ്ങനെ പ്രതാപനോട് മാർക്കോ പറയുന്നു. എന്തായാലും ഈ സമയം മഹാലക്ഷ്മിയും കണ്ണനും ലേഖയും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതിക്ക് വെച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് ഇളനീരും മറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കോയുടെ കോള് വരുന്നത്. പ്രതാപനെയും മേഘനാഥനെയും കണ്ടിരുന്നു. അവർ ഇനി തൽക്കാലം ശല്യത്തിനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ടൂർ നന്നായി തന്നെ ആഘോഷിക്കാനായിട്ട് മാർക്കോ പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ കണ്ണനും മഹാലക്ഷ്മിക്കൊക്കെ തന്നെ ആശ്വാസമാവുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.